എന്നെ നീ കുറുമശ്ശേരി കവലറ്റ് ഇടിച്ചവനെ തിരിച്ചിടിക്കാണ്ട് ശരത്തിന് ഷടിയിടില്ല. പിന്നെ പറഞ്ഞേട്ടാ എപ്പോഴും ഷഡ്ഡി ഇടണ കണക്കല്ലേ? അതല്ല ബേബിച്ചേട്ടാ, ശരത്തിന് വരെ ഹോളിഡേയിലോ സ്കൂളിലോ കോളേജ്. അതിന് എപ്പോഴാ സ്കൂളിൽ പോയേ? അതിപ്പോ എങ്ങടെ മോനെ കൊണ്ടുവന്നേ? അപ്പൊ കോളേജിലാ? അത് പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. നിങ്ങൾ ആരുടെ വശത്ത്? എന്റെ വശത്ത് അവന്റെ വശത്താ? ഞാൻ നിന്റെ പക്ഷത്താ. ബാക്കി പറ. ബേബിച്ചേട്ടാ, ശരത്തിന് വരെ നാട്ടിലോ വീട്ടിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്നലെടാ, ഇന്നലെ ഞാൻ 5 വയസ്സിന് പുറത്തിറക്കി. അതൊരു ചെറിയ കേസല്ലേ? അപ്പൊ മറ്റേ പോക്സോയാ? ഇടയ്ക്ക് അതൊക്കെ ഇല്ലാണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും നിങ്ങൾ? അതും ശരിയാണ്. അവനെന്തായാലും നല്ല ഇടിക്കും, എന്നിട്ട് എനിക്ക് റെസ്റ്റ് ഉള്ളൂ. ഞാൻ ശരത് ഭാവന. ജിങ്സന്റെ ഹെൽത്ത് ഓക്കെയല്ലേ? ഹെൽത്തി നടന്ന ഇന്നലെ ചെറിയ പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അതല്ല, എന്നെയാണ് എന്നാ കുറുമശ്ശേരി കവലയിട്ടതല്ലേ. ജിങ്സിനെ തിരിച്ചല്ലാണ്ട് ഞാൻ ഷഡിയിടലെന്ന് പറഞ്ഞത്. തുടങ്ങിയാലോ? അയ്യോ ചേട്ടൻ ആള് മാറി. എന്റെ ചേട്ടന ജിംസൺ, ഞാൻ ജെയ്സൺ, ഞങ്ങൾ ടിൻസാ. അന്ന് നീ പോയി നിന്റെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടോ? ചേട്ടൻ മരിച്ചിട്ട് 3 ദിവസമായി. അപ്പൊ ഇനി ഞാൻ അങ്ങനെ ഷഡിയിടും? എനിക്കറിയാൻ വയ്യ. കാര്യം ചെയ്താണ് നമുക്കൊന്ന് കോണ കിട്ടാലോ. നമ്മളൊക്കെ ആണുങ്ങളാ, പറഞ്ഞ വാക്കിന് വില വേണം. മോദേരന്റെ നാട്ടുകാരാ ചോദിച്ചു. ജിങ്സിന്റെ ബോഡി കിട്ടും, അതുമൊന്നും ഇടിക്കാൻ, എന്നാലും എനിക്ക് ഷഡിയിടാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ബോഡി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ അഴയില അമ്മൂമ്മയുടെ ബോഡി മാത്രമേ ഉള്ളൂ. അസ്ഥെങ്കിലും കിട്ടും. എന്നിട്ട് ചൂട്ട് അറിയാണ്ട് പറയുകയും ചെയ്ത് ഷഡിയിടില്ല. നീ വന്നേ, കൊല്ലൂടാ. ശരത്ത് നീ വിഷമിക്കാതിരിക്കും. ബേബി ചേട്ടാ ശരിയാക്കി തരാം. ഓക്കെ നിക്ക്. പിന്നെ എന്തായാലും ഇവിടെ വരെയൊക്കെ ആയി. ഞാൻ ഒരു 500 രൂപ തരാം. നീ കുറച്ചു നേരം ജിംസിനായിട്ട് അഭിനയിക്കും. ഒന്ന് ഇടി കൂട്. ജെട്ടിയുടെ കാര്യം ആയതുകൊണ്ടാ കേട്ടാ. ഓക്കെ. കമോൺട്രാ ജയ്സാ. ഇതിപ്പോ ഉള്ളതും കൂടെ നാറാനുള്ള. മഹേഷേ, നീ ഇടി കൂടിയിട്ട് വാ, ഞാൻ ഭാവനെ കാണും.